അതായത് 2014 ചെയർമാൻ ഞാൻ തന്നെയായിരുന്നു ഇവിടെ, വൈസ് ചെയർമാൻ VP ഫിറോസുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു പറഞ്ഞു. നമ്മൾ ആ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഞ്ചേരി സൂപ്രണ്ട് അന്ന് നന്ദകുമാറാണ്, DMO സെക്കീന മേഡായിരുന്നു, അവരെ നേരിട്ട് നമ്മൾ ചെന്ന് കണ്ടു. ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നഗരസഭ ഇത് നടത്താൻ തയ്യാറാണ്. അപ്പോൾ എവിടെ നടത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, അവർ ചോദിച്ചതല്ല, നമ്മളതിൽ ചർച്ച വന്നാൽ എവിടെയാണ് നടത്തുക, നമ്മൾ ടൗൺ ഹാൾ വിട്ടു കൊടുക്കുക. ടൗൺ ഹാൾ തുടക്കത്തിൽ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ DMO പറഞ്ഞു, അതുപോലെ തന്നെ നന്ദകുമാർ അദ്ദേഹം പറഞ്ഞു ആ ഉത്തരവ് അങ്ങനെ അന്ന് വന്നു എന്നല്ലാതെ മഞ്ചേരി നഗരസഭ അന്ന് തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിനെ കാണാൻ MLAയും ഞങ്ങളും പോകുന്നത്. ഞങ്ങൾ UDF തലത്തിൽ തന്നെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ അവിടുന്ന് പോയിട്ടില്ല, ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ പല പ്രാവശ്യം അവതരിപ്പിച്ചപ്പോഴും മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നാണ് ഇപ്പോഴും മന്ത്രി പറഞ്ഞത്. നഗരസഭയ്ക്ക് അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്, നഗരസഭ തയ്യാറാണ്. കാരണം അത് ചായക്കച്ചവടമല്ലല്ലോ. നമ്മളോട് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്ന് നടത്തണം എന്ന് പറഞ്ഞാൽ നടത്താതിരിക്കാൻ പറ്റില്ല. എല്ലാ നഗരസഭക്കും ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭയ്ക്ക് എന്താ വ്യത്യാസം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് വലിയൊരു അനുഗ്രഹമാണ്. ഓരോ വർഷവും 300-ലധികം കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്, പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. അല്ല, ഇതിലുള്ള വിഷയം ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ സംസാരിച്ചല്ലോ. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയാക്കി, പിന്നെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയപ്പോൾ ഇങ്ങനെ നഗരസഭയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് വന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കത്ത് വന്നിരുന്നു. അന്ന് ഞാനിവിടെ HDS മെമ്പറാണ്. ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മഞ്ചേരി ജനറൽ ആശുപത്രി ഏറ്റെടുക്കണം എന്നുള്ള ആ ഒരു വരി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ഓർഡർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ, അത് അടുത്ത ദിവസം തന്നെ, ബന്ധപ്പെട്ട ദിവസം തന്നെ അതിൻ്റെ ആ ഒരു കാര്യം അവിടെ അവസാനിച്ചു. ആ ഒരു കാര്യം അന്ന് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇവരിപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇങ്ങനെ ഒരു കാര്യം തരും, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയാൽ അങ്ങനെ ഒരു ഉത്തരവില്ല എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്ല സർക്കാർ ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ, സർക്കാർ ഒരു ഉത്തരവിറക്കി കഴിഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവില്ല എന്നും ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തരവ് നിലനിൽക്കുന്നില്ലെങ്കിൽ, സർക്കാർ ഉത്തരവ് കൊണ്ട് തന്നെ നിലനിൽക്കുന്നില്ലെങ്കിൽ ആ വാക്കാലല്ല, ഭേദഗതി ഉത്തരവ് വേണം. വാക്കാൽ പറഞ്ഞു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് പിന്നെ അതല്ല, അതിൽ ഞാൻ പറയട്ടെ, ഇതിലിപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ വിഷയത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും DMOനോട് ചോദിച്ചതാണ്. രണ്ട് MLAമാരുടെ സാന്നിധ്യത്തിൽ DMOനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇല്ലാന്നും, അങ്ങനെ നഗരസഭയ്ക്ക് വിട്ടുതന്നിട്ടുള്ള യാതൊരു ഓർഡർ ഇല്ലാന്നും, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നും, അങ്ങനെ ഒരു നിലക്കും നഗരസഭയ്ക്ക് ഏറ്റെടുക്കാൻ ഇത് ആകാശത്തല്ലല്ലോ ഈ സാധനം. എവിടെ പോയിട്ട് നഗരസഭ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരവ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് DMO ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരിപ്പോ ഇതേ പറയുന്നുണ്ടല്ലോ, ഇവരുടെ മന്ത്രിക്ക് നിയമം ഇത് ഇപ്പൊ ആ മന്ത്രി ഇതുപോലെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കും. ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഒരു കാര്യം എന്താ വെച്ചാൽ, ഉത്തരവ് നിലവിലുള്ള ഉത്തരവാണ്. ഈ ഉത്തരവനുസരിച്ചുള്ള മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ മഞ്ചേരിയിൽ നിലനിർത്തണമെങ്കിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുത്ത് നടത്തിയേ മതിയാകൂ. ഇപ്പൊ വേറൊരു വിഷയം എന്താ വെച്ചാൽ, മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിന്ന് കാനൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മന്ത്രി ഒരു നിവേദനം കൊടുത്തു എന്നുള്ള ശരിയാണ്. മന്ത്രി അപേക്ഷ കൊടുത്ത അയാളുടെ മണ്ഡലത്തിലേക്ക് ഇവിടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു ജനറൽ ആശുപത്രി ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റണം എന്നുള്ളത്. അത് സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ ഇന്നലെയും മന്ത്രിയുമായി ഈ കാര്യം സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഗവൺമെന്റ് പിന്നെ ഔദ്യോഗികമായി അത്തരത്തിലുള്ളൊരു തീരുമാനവും എടുത്തിട്ടില്ല, ഒന്നും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം തരുമോ, മഞ്ചേരി ജനറൽ ആശുപത്രി ഇപ്പോഴും മാറ്റാൻ ആരും തീരുമാനിച്ചിട്ടില്ല, സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ മാറ്റുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് എന്തില്ല, ജനത്തിനൊരു ഉപകാരമില്ല. കാരണം ജനത്തിന് ഉപകാരമില്ല പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് പൂർണ്ണമായും ചികിത്സാ സംവിധാനങ്ങളുള്ളത്. ജനറൽ ആശുപത്രി ഇവിടെ ഇല്ല. ജനറൽ ആശുപത്രി റെക്കോർഡിലുണ്ട് എന്നുള്ളതല്ലാതെ ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഡോക്ടർമാരും അനുബന്ധ സ്റ്റാഫും ഇല്ലാതെ ഞാൻ പറഞ്ഞു, ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ജനറൽ ആശുപത്രി ഇപ്പോൾ ദ്വിഭരണ സംവിധാനം, ആ ദ്വിഭരണ സംവിധാനം ഒഴിവാക്കി ജനറൽ ആശുപത്രി വേറെ ഭരണവും
മെഡിക്കൽ കോളേജ് വേറെ വരണം. അതായത് ഈ ജനറൽ ആശുപത്രി എന്ന സംവിധാനം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ 40ഓളം ഡോക്ടർമാർ അനുബന്ധ സ്റ്റാഫും ചിലപ്പോൾ ഇവിടുന്ന് പോകും. സ്വാഭാവികമായിട്ടും അത് പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഇപ്പൊ ഇവർ പറയണ്ടല്ലോ ഇവിടെ ജനറൽ ആശുപത്രി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ ആശുപത്രി കൊണ്ടിടക്കും? ഇവിടുത്തെ ജീവനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും ഡി എച്ച് എസിന്റെ കീഴിലുള്ള ജീവനക്കാരാണ് ഇവിടുത്തെ ഡോക്ടർമാർ. ആ ഡോക്ടർമാരൊക്കെ അതോടുകൂടി അങ്ങ് പോകൂലേ? അതോടുകൂടി ഈ മെഡിക്കൽ കോളേജ് എങ്ങനെ നിലനിന്ന് പോകും? ആദ്യം ഇവിടുന്ന് HMC കട്ട് ചെയ്തു. അതാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ്, അത് ആദ്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ. ആദ്യം തന്നെ അതാണ് കട്ട് ചെയ്യാനാണ് സർക്കാരിന്റെ ഉത്തരവ് വന്നത്. അതായത് മുമ്പ് ഇവിടെ ചെക്കും കാര്യങ്ങളൊക്കെ ജനറൽ ഹോസ്പിറ്റലാണ് എന്റെയും സൂപ്രണ്ടിന്റെയും പേരിലായിരുന്നു. പക്ഷേ അല്ല, ആദ്യം HMC രൂപീകരിച്ച് സർക്കാർ HMC രൂപീകരിക്കാനുള്ള അനുമതി തന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി HMC രൂപീകരിച്ച് നഗരസഭ ഇന്നും തയ്യാറാണ്. എനിക്ക് പിന്നെ പ്രിയപ്പെട്ട പൊതുജനങ്ങളോട് പറയാനുള്ളത്, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും പറയാനുള്ളത്, മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മഞ്ചേരിയിൽ ജനറൽ ഹോസ്പിറ്റൽ നിലനിർത്തണം മാത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുന്ന് ഈ സംവിധാനം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഈ നാടിനെ ദോഷം ചെയ്യുന്നതല്ലേ? ദോഷം ചെയ്യുമെന്നല്ല, ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ അത് ഇവിടെ ഒന്നല്ല. ഒരു മെഡിക്കൽ കോളേജിന്റെ സംവിധാനം ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് 9 കൊല്ലം കൊണ്ടു നടന്നു. ഇതിനപ്പുറത്തേക്ക് ഇതൊരു പുതിയ സാധനമാക്കി വേണ്ടേ? അതിന് ഈ ജനറൽ ആശുപത്രിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ മഞ്ചേരി നഗരസഭയ്ക്ക് സർക്കാർ കത്തയച്ചിട്ട് മറുപടി കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അത് അന്ന് തന്നെ ഒരു കുറച്ച് അവിടുത്തെ ഒരു 50 സെന്റ് സ്ഥലം കണ്ടെത്തി മെഡിക്കൽ കോളേജിൽ സർക്കാരിന് തിരിച്ചൊരു കത്തെഴുതി ഞങ്ങൾ ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, ജനറൽ ആശുപത്രി തുടങ്ങാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അന്ന് ഇതാണെങ്കിൽ അന്ന് ഇവിടെ ജനറൽ ആശുപത്രി ഉണ്ടായിരുന്നു. ഇവിടെ മറ്റൊന്ന് പറഞ്ഞു, ഇവിടെ പിന്നെ ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രിയെ പറ്റൂ. അതൊന്നുമല്ല, കോട്ടയത്ത് എത്ര ജനറൽ ആശുപത്രി ഉണ്ട്? ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ സ്വാഭാവികമായിട്ടും രേഖകളിൽ ജനറൽ ആശുപത്രി ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങൾ കുറച്ചുകൊണ്ട് താനൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നു? അല്ല, ഞങ്ങൾ ജനറൽ ആശുപത്രി ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് അംഗീകരിക്കുന്നില്ല. പക്ഷേ ജനറൽ ആശുപത്രി നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രക്ഷോഭമല്ല നഗരസഭ നടത്തല്ലേ. നഗരസഭ ഈ ജനറൽ ആശുപത്രി നിലനിർത്താൻ അവരുടെ കയ്യിലുള്ള ആശുപത്രി ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇപ്പം അവരെന്താ വെച്ചാൽ അവർ പ്രക്ഷോഭം നടത്തും എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് പകരം ജനറൽ ആശുപത്രി അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവർ ഈ ഉത്തരവുമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ ഈ ഉത്തരവുമായി നാളെ തന്നെ മന്ത്രിയെ കണ്ട്, ഇത് ഇവിടെ നിന്ന് സംസാരിക്കല്ല, നാളെ തന്നെ മന്ത്രിയെ കണ്ട് ഇങ്ങനെ ഒരു ഉത്തരവുണ്ട്, ആ ഉത്തരവ് ഇല്ല എന്നുള്ള ഉത്തരവ് നിങ്ങൾ ഇറക്കണം. ഈ ഉത്തരവ് വെച്ചുകൊണ്ടാണ് ഞങ്ങളെ ഇടതുപക്ഷം അവിടെ വിമർശിക്കുന്നത്. അതില്ലെങ്കിൽ അതാണല്ലോ അവർ ചെയ്യുന്നത്, ഞങ്ങളെ വിമർശിക്കുന്നത്. ഈ ഉത്തരവ് ചുരുട്ടി പിടിച്ചാണ് അവർ ചാനലുകൾക്ക് മുമ്പിൽ വന്നത്. അതുകൊണ്ട് ഈ ഉത്തരവില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവ് ഇറക്കണം, അല്ലെങ്കിൽ ഈ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ആശുപത്രി നടത്താനുള്ള അനുമതി തരണം. അത് പറയാൻ നഗരസഭാ ചെയർപേഴ്സണും വരും ഞങ്ങളെ കൂടെ വരാൻ തയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ നഗരസഭ ഇതിന് തയ്യാറാണ്. പറഞ്ഞില്ലേ, നമ്മൾ ഈ താൽക്കാലം ഇവിടെ മെഡിക്കൽ കോളേജ് വന്നത് കൊണ്ട് നമ്മൾക്ക് സംഭവം കിട്ടുന്ന സമയം നമ്മളിലെ സൗകര്യം ഒരുക്കാണ് വേണ്ടത്. അതിനാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടി കണ്ട് അന്ന് പറഞ്ഞത് 50 ഏക്കർ സ്ഥലം, ഈ ഉപേതാക്ക അടക്കമുള്ള കമ്മിറ്റിയിലുള്ള ആളുകളാണ് പറഞ്ഞത്, ഞാനും HDS മെമ്പറാണ്. 50 ഏക്കർ സ്ഥലത്തിൽ 25 ഏക്കർ ഫ്രീ ആയിട്ട് തരാം, 25 ഏക്കറിൽ ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴാണ് അത് അംഗീകരിക്കാതെ ഈ ഇട്ടാവട്ടത്തിലിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതിന്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ